ഹലോ ഓൾ ആൻഡ് വെൽക്കം ടു കരിയർ ടോക്സ് വിത്ത് അവോധ. ഇന്നത്തെ കരിയർ ടോക്കിൽ നമ്മോടൊപ്പം ഉള്ളത് അഫ്നാനാണ്. അഫ്നാൻ, വെൽക്കം ടു കരിയർ ടോക്സ് വിത്ത് അവോധ. ഹലോ, അഫ്നാന്റെ സ്ഥലം എവിടെയാണ്? സ്ഥലം കണ്ണൂരാണ്. കണ്ണൂരാണ്. ഓക്കെ ഓക്കെ. അപ്പോ വീട്ടിൽ ആരൊക്കെയുണ്ട്? വീട്ടിൽ ഉപ്പയും ഉമ്മയും പിന്നെ 3 പെങ്ങന്മാരാണ്. ഓക്കെ ഓക്കെ. സോ അപ്പോ ഏത് കോഴ്സ് അവോധ ചെയ്തിരുന്നേ? അബുദാബിയിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആണ്. ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആയിരുന്നു. ഓക്കെ. ആ, എന്താ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്നൊരു കോഴ്സ് ചൂസ് ചെയ്യാനുള്ള ഒരു റീസൺ എന്തായിരുന്നു? അത് ഒരു ഓൺലൈനായിട്ട് മാർക്കറ്റിംഗിൽ ഇൻട്രസ്റ്റഡ് ഉണ്ടായിരുന്നു. അപ്പം ഇപ്പം ഉള്ളതും ഫ്യൂച്ചറിൽ വരാൻ പോകുന്നതും അതൊക്കെയാണല്ലോ. അപ്പോൾ അങ്ങനെ ഇൻട്രസ്റ്റ് ആയതാണ്. ഓക്കെ ഓക്കെ. അപ്പോ അഫ്നാൻ നേരത്തെ എന്താ പഠിച്ചിരുന്നത് അവോധയിൽ വരുന്നതിന് മുമ്പേ? അതിന് മുമ്പായി ഞാൻ BBA TTM ആയിരുന്നു, BBA ഡിഗ്രി. ഓക്കെ അത് കഴിഞ്ഞ് അതിനുശേഷം ഒരു മൈക്രോസോഫ്റ്റ് വേർഡിന്റെ എല്ലാം കോഴ്സ് ചെയ്തിരുന്നായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ പിന്നെ ഇതെടുത്തത്. ഓക്കെ. അപ്പൊ BBA അതിന്റെ കണ്ടിന്യൂഷന് വേണ്ടിയിട്ടാണോ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചൂസ് ചെയ്തിരുന്നത്? അതില് കണ്ടിന്യൂഷൻ ആയിട്ട് തന്നെ ഒരു പറഞ്ഞൊരു ബാക്ക്ഗ്രൗണ്ട്, അതായത് ഫ്യൂച്ചറിൽ വരുന്ന ആയതുകൊണ്ട് സെലക്ട് ചെയ്തതാണ്. ഓക്കെ. അപ്പോ ഈ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്നൊരു കോഴ്സ് ചൂസ് ചെയ്യുന്ന ടൈമിൽ അല്ലെങ്കിൽ അന്വേഷിക്കുന്ന ടൈമിൽ എങ്ങനെ അവബോധയെ പറ്റി അറിഞ്ഞേ? അപ്പോൾ അതേപ്പറ്റി ആദ്യമേ നല്ല കേട്ടറിവുണ്ട്. അതായത് അതായത് റേറ്റിലും കുഴപ്പമില്ലാത്തതാണ്. പിന്നെ ഇന്റേൺഷിപ്പും ട്രെയിനിങ് എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എന്ന് പറയുന്ന കേട്ടിന്. അങ്ങനെ നോക്കി എടുത്തത്. അപ്പൊ അതിന്റെ ഇടയ്ക്ക് ഒരു ഓഗസ്റ്റ് 15-ന് എന്തോ ഓഫർ കിട്ടിയിട്ടുണ്ടായിരുന്നു, സ്പോക്കൺ ഓക്കെ. ഇംഗ്ലീഷിന്റെ. അപ്പോ അതും ഞാൻ കുറച്ച് ബെറ്റർ ആയതുകൊണ്ട് അദ്ദേഹത്തില് ജോയിൻ ചെയ്തു. അങ്ങനെ ജോയിൻ ചെയ്തതാണ്. ഓക്കെ. അപ്പോ ജോയിൻ ചെയ്തിട്ട് അവബോധയുടെ ക്ലാസ് കാര്യങ്ങളൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ക്ലാസ് എല്ലാം കുഴപ്പമില്ല. നല്ല എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അന്നേരം തന്നെ ഞാൻ ഹെൽപ്പിൽ പോയിട്ട് പറയും. അന്നേരം തന്നെ അവർ ക്ലിയർ ചെയ്തിട്ടുണ്ട്. ക്ലിയർ തന്നിരുന്നു. ഒന്നുമില്ല. പിന്നെ ക്ലാസ്സും കുഴപ്പമില്ല, നല്ല മനസ്സിലാവുന്നുണ്ട്, ബോറില്ല. ഓക്കെ ഓക്കെ. സോ അപ്പൊ ഇപ്പൊ അഫ്നാൻ എന്ത് ചെയ്യാണ്? ഇപ്പം കറന്റ് ഇതാ എനിക്ക് ഇന്റേൺഷിപ്പിന്റെ വന്നു. അതായത് ആഡ്സ് ഫൈവ് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള തിരുവനന്തപുരം. അപ്പോ അവിടെ തിങ്കളാഴ്ച മുതൽ ജോയിൻ ചെയ്തോന്ന് പറഞ്ഞിട്ട് മെസ്സേജ് അയച്ചു. ഓക്കെ ഓക്കെ. സോ അപ്പോ ഇന്റേൺഷിപ്പ് അല്ലെങ്കിൽ അവബോധം ചൂസ് ചെയ്യുന്ന ടൈമിൽ ഇപ്പൊ ഇന്റേൺഷിപ്പ് വരെ എത്തിയിട്ടുണ്ടോ? ഈ ടൈമിലൊക്കെ തോന്നിയിരുന്നോ 2800 എന്നൊരു ഫീസ് സ്ട്രക്ചറിന് നമ്മൾ ഈ കോഴ്സിൽ ജോയിൻ ചെയ്താൽ എനിക്ക് ഇന്റേൺഷിപ്പ് കിട്ടും അല്ലെങ്കിൽ ജോലി കിട്ടും എന്നൊക്കെ തോന്നിയിരുന്നോ? പഠിച്ചാൽ വെറുതായിരിക്കും തോന്നിയിരുന്നോ? ആ, അത് ഫസ്റ്റ് തന്നെ ഈ ഇന്റേൺഷിപ്പിന് ഞാൻ പെട്ടെന്ന് കിട്ടുമെന്ന് വിചാരിച്ചിട്ടില്ല. ഒരു കുറച്ച് ടൈം എടുക്കും എന്നല്ല വിചാരിച്ചത്. നോക്കുന്നേരം പെട്ടെന്ന് തന്നെ എന്റെ ഫൈനൽ ടെസ്റ്റ് കഴിഞ്ഞ പാടന്നെ ഉണ്ട് പിറ്റേന്നറ്റം വിളിച്ചത്. അപ്പൊ അത് ഭയങ്കര ഒരു ഹെൽപ്ഫുൾ ആയിരുന്നു. ഓക്കെ. അപ്പം അഫ്നെ ക്ലാസ് കണ്ടിരുന്നത് എപ്പോഴാണ്? ക്ലാസ് കണ്ട ടൈമാ. ആ മോർണിംഗിൽ കാണാറുണ്ട്, നൈറ്റും. അങ്ങനെ നൈറ്റ്. അങ്ങനെ ഒരു ടൈമില്ല. ഓക്കെ. ഫ്രീ ആയിരുന്ന ടൈമിൽ കാണുമായിരുന്നു അല്ലേ? ആ ഫ്രീ ആയുള്ള ടൈമിലെല്ലാം കാണും. പെട്ടെന്ന് തീർക്കണം എന്നുള്ളതിൽ ഞാൻ പെട്ടെന്ന് തന്നെ. ഓക്കെ. അപ്പോ എത്ര ടൈം കൊണ്ടാണ് ക്ലാസ് ഫുള്ള് കംപ്ലീറ്റ് ചെയ്തത്? ഞാനൊരു 1 മന്ത് തന്നെ, 1 മന്ത് കറക്റ്റ് ആയതുകൊണ്ട് പെട്ടെന്ന് തീർത്തു. എനക്ക് പെട്ടെന്ന് ഞാൻ അന്നേരം തീർന്നു. കയറുന്നേരെ അവരോട് പറഞ്ഞിരുന്നായിരുന്നു, അന്നെ കയറ്റിയവരോട് പെട്ടെന്ന് തീർക്കാൻ പറ്റും 1 മന്തിനുള്ളിലോട്. അപ്പൊ അങ്ങനെ ഓക്കെ എന്നെല്ലാം പറഞ്ഞ് അവര് പറഞ്ഞു, എല്ലാം സപ്പോർട്ട് തന്നു. ഓക്കെ. വെരി ഗുഡ് വെരി ഗുഡ്. അപ്പൊ ഈ അവധി അഡ്മിഷൻ എടുക്കുന്ന ടൈമിലും അല്ലെങ്കിൽ ഇപ്പോ ഇന്റേൺഷിപ്പിൽ ജോയിൻ ചെയ്യാൻ പോകുന്നു. ഈ ടൈമിലെല്ലാം ഫാമിലിയുടെ സൈഡിൽ നിന്ന് എങ്ങനെയായിരുന്നു? അവര് സപ്പോർട്ടീവ് ആയിരുന്നോ? അതെ, സപ്പോർട്ട് ചെയ്യാം. സപ്പോർട്ടീവ് ആയിരുന്നു. ആ, ഓക്കെ ഓക്കെ. അപ്പോ അഫ്നെ ഇത്ര ടൈം നമുക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യുന്നതിന് വലിയ താങ്ക്സ് ഉണ്ട്. ഓക്കെ. ഓക്കെ ഞാൻ ഓക്കെ ഓൾ ദി വെരി ബെസ്റ്റ് ഫോർ യുവർ ഫ്യൂച്ചർ ആൻഡ് താങ്ക് യു ഫോർ ജോയിനിങ് കരിയർ ടോക്സ്. ഓക്കെ. താങ്ക് യു.